സുഹൃത്തുക്കളെ നമസ്കാരം. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കടുത്തുവ, കൊടുത്തുവ, കഞ്ഞിത്തുവ എന്നൊക്കെ പ്രാദേശിക നാമങ്ങളിൽ അറിയപ്പെടുന്ന ഒരു ഔഷധ സസ്യമാണ്. ഇത് മഴക്കാലങ്ങളിലാണ് കൂടുതലായിട്ട് വളരുക. ഞാനിതാ ചട്ടികളിലൊക്കെയാണ് ഇത് വളർത്തുന്നത്. കണ്ടോ, ഈ ചട്ടികളിലൊക്കെ നിങ്ങൾക്ക് വളർത്താം. ഇതിന് വളർത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ വിത്ത് ഉണ്ടല്ലോ, വിത്ത് വീഴണം, എവിടുന്നെങ്കിലൊക്കെ സംഘടിപ്പിച്ച് കൊണ്ടുപോയി നടുക. ഇത് നട്ട് കഴിഞ്ഞാലുള്ള ഗുണം നിങ്ങൾക്ക് പറഞ്ഞാൽ തീരൂല. ഒന്നായത് ആർത്തവ ക്രമക്കേടുകൾക്ക്, അതായത് മെൻസസ് ഒക്കെ തെറ്റി വരുന്നുണ്ടല്ലോ, അതിനൊക്കെ ബെസ്റ്റാണ് ഇത് തിന്നുന്നത്. പിന്നെ മൈഗ്രെയിന് ഏറ്റവും ഉത്തമമാണ് മൈഗ്രെയിനൊക്കെ. പിന്നെ ഞരമ്പ് സംബന്ധമായിട്ടുള്ള വേദനകൾ, ഈ നമ്മുടെ ഈ വെരിക്കോസ് വെയിനൊക്കെ കൊണ്ടിട്ട് പൊറുതി മുട്ടുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, അവർക്കൊക്കെ ഏറ്റവും നല്ലതാണ് ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത്. മഴക്കാലത്ത് ഉണ്ടാകുന്ന ഒരുവിധപ്പെട്ട രോഗങ്ങൾക്കൊക്കെ പ്രതിരോധശേഷി കൂട്ടും. ഇപ്പൊ കൊറോണ കുന്തം കുറച്ചക്കറ എന്നൊക്കെ പറഞ്ഞു നടക്കില്ലേ. അപ്പൊ ഇങ്ങനെയുള്ള നാടൻ ഭക്ഷണങ്ങളൊക്കെ പരമാവധി കഴിക്കാൻ പരിശ്രമിക്കുക. ആളുകൾ ഇത് ചൊറിയെന്നുള്ള പേരും പറഞ്ഞിട്ടാണ് ഇതിൽ നിന്ന് അകറ്റി നിർത്തുന്നത്. ഇത് ചൊറിയൊക്കെ ചെയ്യും. ഇതാ അപ്പൊ എന്റെ കൈ ചൊറിയുന്നുണ്ട്, കുറച്ച് ചൊറിയുള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഞാനൊരു കാര്യം കാണിച്ചു തരാം. കണ്ടോ, ഇത് വെള്ളം തട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ ചൊറിച്ചിലൊക്കെ പോകും. കത്രിക എടുത്തിട്ട് നന്നായിട്ട് മുറിച്ചെടുത്തിട്ട് ഇവനെ എന്ത് ചെയ്യുക, കറി വെക്കാൻ പരിശ്രമിക്കുക. ചൊറി ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടുന്ന് നീച്ച് ഓടിയുണ്ടാവും. ഞാൻ തുപ്പുന്നൊന്നുമില്ല.